ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? ഇത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ആ വ്ളോഗിൽ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ അതിൽ കുറച്ച് മാത്രം ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ഇനി പിറ്റേന്ന് ഞാനതിനെ കുറച്ച് റിനോവേറ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ടായിരുന്നു ഞാനിതിലേക്ക് നെയ്ച്ചോറാക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനത്തെ അതിലേക്ക് ഞാൻ പകുതി മാത്രം ഒരു ഉള്ളി എടുത്തിട്ടില്ലേ, അതിൻ്റെ പകുതി മാത്രം മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അങ്ങനെയൊന്നും ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടിപ്പോൾ ഞാനിത് 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ടല്ലേ, അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ലേ 2 വിസിലാക്കിയിട്ട് അപ്പം തന്നെ ഇതിൻ്റെ മൂഡ് ഓപ്പൺ ആക്കുക. എന്നാലേ കറക്റ്റ് പരുവത്തിൽ നമുക്ക് നെയ്ച്ചോറ് വെന്ത് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇതാ കുക്കറിൽ ഞാൻ മൂഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് ഇതാ ചോറ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലേ ബിരിയാണീൻ്റെ അരിയാണ് കേട്ടോ. ഇത് ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതിൽ ഇത്ര മാത്രം ബാക്കിയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് മൊത്തത്തിലങ്ങ് മിക്സാക്കുക ആദ്യം. എന്നിട്ട് നെയ്ച്ചോറിൻ്റെ അരിയില്ലേ, നമ്മൾ വേവിച്ച് വെച്ച നെയ്ച്ചോറ് അത് ഇതിലേക്ക് ഇട്ടിട്ടില്ലേ നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കണ്ടേ, ചെറുതായിട്ട് മാത്രം ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. നല്ല രസം ഇങ്ങനെ കഴിക്കാൻ. ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ആളെന്ന ബെല്ലൈക്കനും കൂടി പ്രസ് ആക്കണേ. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കുക. നല്ല രസമാണ് കഴിക്കാൻ. നിങ്ങളൊന്ന് കഴിച്ചിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും ഞാൻ കഴിക്കാൻ പോവുക. അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇവിടെ സർവാക്കിക്കൊണ്ടിരിക്കുക. നല്ല രസമാണ് കഴിക്കാൻ. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതൊരു ശനിയാഴ്ച ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ അന്ന് എന്തായാലും കുട്ടികളുടെ സ്കൂൾ ഉച്ചവരേ ഉള്ളൂ. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒരു പായസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചെറുപയറിൻ്റെ പായസം കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ. ഇതൊന്നും ഇങ്ങനെ ഉപ്പിട്ടിട്ട് വേവിച്ച് കൊടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ അരച്ചെടുത്തിട്ട് തേങ്ങാപ്പാലൊന്നും ഒഴിച്ച് മിക്സാക്കി തിളപ്പിക്കുക. അത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള മധുരം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. നല്ല രസമാണ് കഴിക്കാൻ. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതും കൂടി ഫീഡ്ബാക്കായിട്ടൊന്ന് അറിയിക്കാം. അങ്ങനെ തന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം അധികം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ചെറുപയറിൻ്റെ പായസത്തിലൊക്കെ എന്നും വെള്ളം അധികമായി പോകണ്ട. കുറച്ച് തിക്കിൽ കഴിക്കാനാണ് ഇത് നല്ല രസം. അങ്ങനെ ഇനി ഇതൊന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് കുറച്ചും കൂടി ശർക്കരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചതിൻ്റെ പകുതി മാത്രം ഒന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. കത്തിയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തതാണ്. ഇനി ഇതൊന്നും കുറുകിയിട്ട് തിളപ്പിക്കുക. അത്രയേ ഉള്ളൂ. ഒരുപാടൊന്നും അങ്ങോട്ട് തിളപ്പിക്കേണ്ട. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് കാണാം. അതുവരേക്കും ബൈ.